Bly's theory. According to Bly's theory, the percolating water follows the outline of the base of the foundation of the hydraulic structure. So Bly's theory എന്ന് പറഞ്ഞാൽ Bly's theory പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the percolating water follows the outline of the base of the foundation of the hydraulic structure. Percolating water ഉണ്ടെങ്കിൽ hydraulic structureന്റെ ഫൗണ്ടേഷൻ ഹൈഡ്രോളിക് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷന്റെ ബേസിന്റെ ഔട്ട്ലൈനിലൂടെ ആയിരിക്കും പെർക്കുലേറ്റിംഗ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, വാട്ടർ ക്രീപ്സ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് ദ സ്ട്രക്ചർ ഓർ water creeps along the bottom contour of the structure and length of path thus traversed by water is called length of creep. So Bly's theory പറയുന്നത് എന്താണെന്ന് വെച്ചാൽ water creeps along the bottom contour of the structure. സ്ട്രക്ചറിന്റെ ബോട്ടം കോണ്ടൂറിന് അലോങ് ആയിട്ടായിരിക്കും വാട്ടർ ക്രീപ്പ് ചെയ്യുന്നത്. and the length of path thus traversed by water. വാട്ടർ ക്രീപ്പ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നതിനെ length of creep എന്ന് വിളിക്കും. And it is assumed in this theory that the loss of head is proportional to length of creep. So Bly's theoryയിൽ assume ചെയ്തേക്കുന്നത് എന്താണ്? Loss of head is proportional to the length of creep. So according to Bly's theory, percolating water follows outline of base of foundation. Percolating water follows outline of base of foundation. ഹൈഡ്രോളിക് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷന്റെ ബേസിന്റെ ഔട്ട്ലൈനിലൂടെ ആയിരിക്കും പെർക്കുലേറ്റിംഗ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഓർ വാട്ടർ ക്രീപ്സ് അലോങ് ബോട്ടം കോണ്ടൂർ ഓഫ് ദ സ്ട്രക്ചർ. അതിന് നമുക്ക് എങ്ങനെയും പറയാം, വാട്ടർ ക്രീപ്സ് അലോങ് ബോട്ടം കോണ്ടൂർ ഓഫ് ദ ഒരു സ്ട്രക്ചറിന്റെ ബോട്ടം കോണ്ടൂറിലൂടെ ആയിരിക്കും വാട്ടർ ക്രീപ്പ് ചെയ്യുന്നത്. ആൻഡ് the length of path traversed by water is called length of creep. Length of path traversed അതിനെ length of creep എന്ന് വിളിക്കും. വാട്ടർ ട്രാവേഴ്സ് ചെയ്യുന്ന ലെങ്ത് ഓഫ് പാത്തിനെ ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് വിളിക്കും. ഈ തിയറിയിലെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് ഹെഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ക്രീപ്പ്. ലോസ് ഓഫ് ഹെഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ക്രീപ്പ്. അത് ബ്ലൈസ് തിയറിയുടെ ഒരു അസംഷൻ ആണ്. ലോസ് ഓഫ് ഹെഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ക്രീപ്പ്. If HL is the total head loss between upstream and downstream and L is the length of creep. HL എന്ന് പറയുന്നത് total head loss between upstream and downstream. HL എന്ന് പറയുന്നത് total head loss between upstream and downstream and L is the length of creep. Length of creep capital L ഉം total head loss between upstream and downstream HL ആണെങ്കിൽ HL by L, that is head loss per unit length of creep. Head loss per unit length of creep is equal to HL by L. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് HL by L എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ക്രീപ്പ്. അതിനെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. ഇനി ബ്ലൈസ് തിയറിയിൽ there is no distinction between horizontal and vertical creep. Bly's theory there is no distinction between vertical and horizontal
creep. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ടുള്ള ക്രീപ്പ് തമ്മിൽ യാതൊരു ഡിഫറൻസും ബ്ലൈസ് തിയറിയിൽ ഇല്ല. So ഇത് ബ്ലൈസ് തിയറി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ്. ഹിയർ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ്, ഹിയർ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് L is equal to, ഇതിലെ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് L എന്ന് പറയുന്നത് എത്രയായിരിക്കും? D1 plus D1 ഫൗണ്ടേഷനിലെ ഔട്ട്ലൈനിലൂടെ ആയിരിക്കും പെർക്കോലേറ്റിംഗ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ D1 plus D1, ഒരു സൈഡ് ഇവിടെ D1 ഇപ്പുറത്തെ സൈഡും കൂടെ ചേർത്ത് D1 plus D1 പ്ലസ് ഇത്രയും L1 പ്ലസ് D2 plus D2 പ്ലസ് L2 പ്ലസ് D3 plus D3, D1 plus D1 plus L1 plus D2 plus D2 plus L2 plus D3 plus D3. That is 2 times D1 plus D2 plus D3 plus B. L1 plus L2 B ആയിട്ട് എടുക്കാം. ബാക്കി 2 times D1 plus D2 plus D3. സോ ഇത്രയായിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ്. ഈ കാണുന്ന ലൈനാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. So the head loss per unit length of unit length or hydraulic gradient. Head loss per unit length or hydraulic gradient എത്രയായിരിക്കും? HL by L. That is HL by 2 times D1 plus D2 plus D3 plus B. ഇതാണ് HL, head loss, HL. So hydraulic gradient will be equal to HL by L. That is
HL by 2 times D1 plus D2 plus D3 plus B. So Bly's theory പറയുന്നത് എന്താണ്? Water creeps along the bottom contour of the structure. Structureന്റെ foundationന്റെ outlineലൂടെ ആയിരിക്കും percolating water flow ചെയ്യുന്നത്. And length of path traversed will be equal to the length of creep. And in Bly's theory, no distinction is made between vertical and horizontal creep. Vertical creep, horizontal creep തമ്മിൽ ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. Now, design criteria. Bly's theory ഉപയോഗിച്ച് രണ്ട് ഡിസൈൻ ക്രൈറ്റീരിയ ഉണ്ട്. ഫസ്റ്റ് വൺ സേഫ്റ്റി അഗൈൻസ്റ്റ് പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ്. സേഫ്റ്റി അഗൈൻസ്റ്റ് പൈപ്പിംഗ് ഓർ safety against piping or undermining. So according to Bly, the safety against piping can be ensured by providing sufficient creep length. So this safety നമ്മൾ എങ്ങനെ ensure ചെയ്യും? Safety against piping or undermining is assured by providing sufficient creep length. നമ്മൾ sufficient creep length provide ചെയ്യണം so as to ensure safety against piping or undermining. And it is given by L is equal to C into HL. L is equal to C into HL where C is Bly's coefficient for soil. C എന്ന് പറയുന്നത് Bly's coefficient for soilന്റെ Bly's coefficient ആണ് C. So safety against piping or undermining ഉറപ്പുവരുത്താനായിട്ട് you have to provide sufficient creep length given by the formula L is equal to C into HL. ഈ C എന്ന് പറയുന്നത് ഓരോ സോയിലിനുള്ള Bly's coefficientന്റെ വാല്യൂ. Depending upon the type of soil, there are different values of C. So L is equal to C into HL. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് HL by L is equal to 1 by C. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് HL by L എന്ന് പറയുന്നത് L is equal to CHL ആണെങ്കിൽ HL by L will be equal to 1 by C. So hydraulic gradient HL by L equal to 1 by C must be kept under safe limits. Must be kept under safe limits. So സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെ സേഫ് ലിമിറ്റിനകത്ത് വെക്കണം. സോ ഓരോ ടൈപ്പ് ഓഫ് സോയിലിന് അതിൻ്റെതായ C വാല്യൂ ഉണ്ട്, സേഫ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലിമിറ്റും ഉണ്ട്. ലൈക്ക് ഫൈൻ മൈക്കേഷ്യസ് സാൻഡ് നോർത്ത് ഇന്ത്യൻ റിവറിലുള്ള ഫൈൻ മൈക്കേഷ്യസ് സാൻഡ് അങ്ങനത്തെ സോയിൽ ആണെങ്കിൽ വാല്യൂ ഓഫ് C is 15 and safe hydraulic gradient is 1 by 15. Then coarse grain sand ആണെങ്കിൽ value of C is 12 and safe hydraulic gradient limit is 1 by 12. Sand mixed with the boulder and gravel and for loam. So sand mixed with the boulder and gravel പിന്നെ loam soil ആണെങ്കിൽ value of C varies from 5 to 9 and safe hydraulic gradient limit varies from 1 by 5 to 1 by 9. Light sand and mud ആണെങ്കിൽ value of C is 8 and safe hydraulic gradient limit is 1 by 8. So safety against piping or undermining എങ്ങനെ ഉറപ്പുവരുത്തും? By providing sufficient creep length L is equal to C into HL. അല്ലെങ്കിൽ നമ്മൾ hydraulic gradient HL by L എന്ന് പറയുന്നത് safe ലിമിറ്റിനകത്തായിരിക്കണം. So as to ensure safety against piping or undermining. Now second design criteria is safety against uplift pressure.
safety against uplift pressure. The ordinates of hydraulic gradient line above the bottom of flow represent the residual uplift water head at each point. So hydraulic gradient line in the ordinates above the bottom of floor. Floor in the bottom tine മേലുള്ള hydraulic gradient line in the ordinates ആണ് uplift water head നെ represent ചെയ്യുന്നത്. Ordinates of HGL above bottom of floor. It is ordinates of HGL above bottom of floor represents residual uplift water head. Is the residual uplift water head. That residual uplift water head in represent. If H dash meters is this ordinate, then water pressure equal to H dash will act at this point and has to be counterbalanced by weight of the floor of thickness T. ഇപ്പോൾ ഈ ഓർഡിനേറ്റ് H dash ആണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന വാട്ടർ പ്രഷറിനെ ഫ്ലോർ തിക്നെസ് T വേണം, T തിക്നെസ് ഉള്ള ഫ്ലോറിന്റെ വെയിറ്റ് വേണം കൗണ്ടർ ബാലൻസ് ചെയ്യാൻ. If ordinate of the HGL above bottom floor, that is residual uplift water head H dash ആണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വാട്ടർ പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത് വെയിറ്റ് ഓഫ് ദ ഫ്ലോർ ഓഫ് തിക്നെസ് T. H dash ആണെങ്കിൽ ഫ്ലോർ തിക്നെസ് T തിക്നെസ് ഉള്ള ഫ്ലോറിന്റെ വെയിറ്റ് ആയിരിക്കണം ഈ എച്ച് ഡാഷ് ഓർഡിനേറ്റ് കൊണ്ടുണ്ടാവുന്ന വാട്ടർ പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത്. സോ uplift pressure caused by seeping water എത്രയായിരിക്കും? ഓർഡിനേറ്റ് എച്ച് ഡാഷ് ആണെങ്കിൽ uplift pressure caused by seeping water will be equal to gamma W into H dash. If ordinate of HGL above bottom floor, that is residual uplift water head എന്ന് പറയുന്നത് H dash ആണെങ്കിൽ uplift pressure caused by seeping water will be unit weight of water into head, that is gamma W into H dash, where gamma W is the unit weight of water. ഇനി downward pressure due to weight of concrete floor, due to weight of concrete floor of thickness T is equal to T thickness ഉള്ള concrete floorന്റെ weight കൊണ്ടുണ്ടാവുന്ന downward pressure എത്രയായിരിക്കും? Gamma W Gc into T. Gamma W Gc into T, where gamma W is the unit weight of water, Gc is specific gravity of floor material. Floor material specific gravity ആണ് Gc. അത് കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ Gc എന്ന് എടുത്തത്. Then T is the floor thickness. ഇനി ഈക്വിലിബ്രിയത്തിന് എങ്ങനെയായിരിക്കും? ഈ രണ്ട് പ്രഷർ ഈക്വൽ ആയിരിക്കണം. That is gamma W H dash should be equal to gamma W Gc into T, or H dash is equal to Gc into T, or H dash minus T is equal to Gc into T minus T, that is Gc into Gc. H dash minus T will be Gc minus 1 into T, or എങ്ങനെ എഴുതാം ഇതിൽ നിന്ന്? T will be equal to H dash minus T by Gc minus 1, which is equal to H by Gc minus 1. നമ്മൾ പറയുന്നത് എന്താണ്? അപ്ലിഫ്റ്റ് പ്രഷറിനെ സീപ്പിംഗ് വാട്ടർ കൊണ്ടുണ്ടാകുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ ആരാണ് കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത്?
കോൺക്രീറ്റ് ഫ്ലോറിന്റെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ വേണം അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് ഇക്വിലിബ്രിയം ഗാമ ഡബ്ല്യു എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ജി സി ഇൻറ്റു ടി. അതിൽ നിന്ന് നമുക്ക് എഴുതാം എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു ജി സി ഇൻറ്റു ടി. When you subtract t from both sides, h dash minus t is equal to gc minus 1 into t, or t is equal to h dash minus t by gc minus 1, that is h by gc minus 1. ഇനി h dash minus t is the ordinate of hydraulic gradient line above the top of floor. ഫ്ലോറിന്റെ ടോപ്പിലുള്ള ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിന്റെ ഓർഡിനേറ്റ് ആണ് h dash minus t, and gc minus 1 is submerged specific gravity of floor material. gc minus 1 will be submerged specific gravity of floor material, and h dash minus t, which is equal to h, is the ordinate of hydraulic gradient line above the top of floor. ഫ്ലോറിന്റെ മുകളിലോട്ടുള്ള HGL ന്റെ ഓർഡിനേറ്റ് ആണ് h. അതാണ് h dash minus t എന്ന് എടുത്തത്. And gc minus 1 will be submerged specific gravity of floor material. So രണ്ട് ഡിസൈൻ ക്രൈറ്റീരിയ ഉണ്ട് based on Dyes theory. First is safety against piping or undermining, and second one is safety against uplift pressure. Now let us see what are the limitations of Blaise theory. Blaise theory യുടെ ലിമിറ്റേഷൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് no distinction between horizontal and vertical creep. ഹൊറിസോണ്ടൽ ക്രീപ്പിനെ വെർട്ടിക്കൽ ക്രീപ്പിനെ ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നോ ഡിസ്റ്റിങ്ഷൻ ഇസ് മെയ്ഡ്. നൗ സെക്കൻഡ് ലിമിറ്റേഷൻ ഇസ് the Blaise method holds good as long as horizontal distance between pile lines is greater than twice their depth. Pile lines തമ്മിലുള്ള horizontal distance ഡെപ്തിന്റെ ട്വൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ തിയറി valid ആയിട്ടുള്ളൂ. So Blaise theory holds good as long as horizontal distance between pile lines is greater than twice their depth. പൈൽ ഡെപ്തിന്റെ ട്വൈസിനേക്കാളും കൂടുതലായിരിക്കണം രണ്ട് പൈൽ ലൈൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിലാണ് തിയറി വാലിഡ് ആയിട്ടിരിക്കുന്നത്. നൗ തേർഡ് ലിമിറ്റേഷൻ ഇസ് Blaise did not explain the idea of exit gradient. Did not explain about exit gradient. Exit gradient എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതിന്റെ കുറിച്ചൊന്നും Blaise എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Now next is Blaise makes no distinction between outer and inner faces of sheet piles or intermediate sheet piles. No distinction is made. No distinction between outer and inner faces of sheet piles or intermediate sheet piles. ഈ നമ്മൾ മുമ്പേ വരച്ചതിനകത്ത് D1 D2 D3 ഡെപ്ത് മാർക്ക് ചെയ്തതായിരുന്നു ഷീറ്റ് പൈൽ. സോ ബ്ലൈസ് തിയറിയിൽ ഷീറ്റ് പൈലിന്റെ ഔട്ടർ ഫേസിനെയും ഇന്നർ ഫേസിനെയും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഒന്നും വരുന്നില്ല. അത് മാത്രമല്ല ഔട്ടർ പൈൽസ് ആണോ ഇന്റർമീഡിയറ്റ് ഷീറ്റ് പൈൽസ് ആണോ എന്നുള്ള ഡിസ്റ്റിങ്ഷനും ബ്ലൈസ് തിയറിയിൽ ഇല്ല. നെക്സ്റ്റ് fifth limitation is loss of head does not take place in same proportion as creep length, and uplift pressure distribution is not linear.
ബ്ലൈ പറയുന്നത് എന്താണ്? ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് ക്രീപ്പ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. അത് മാത്രമല്ല അപ്ലിഫ്റ്റ് പ്രഷറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോൺ ലീനിയർ ആയിരിക്കും. പക്ഷെ ബ്ലൈ അസ്യൂം ചെയ്തേക്കുന്നത് ലീനിയർ ആയിട്ടാണ്. സോ uplift pressure distribution is not linear and also loss of head is not proportional to creep length. Loss of head is not proportional to creep length. ഇത് രണ്ടും ബ്ലൈയുടെ തെറ്റായുള്ള അസംഷൻ ആണ്. ബ്ലൈ അസ്യൂം ചെയ്തേക്കുന്നത് ലോസ് ഓഫ് ഹെഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് ആൻഡ് അപ്ലിഫ്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ലീനിയർ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. സോ അതും ബ്ലൈസ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. And the last limitation is Bly does not specify absolute necessity of providing sheet pile at downstream. Bly does not specify necessity of providing sheet pile at downstream. ഡൗൺസ്ട്രീമിലെ ഷീറ്റ് പൈൽ എന്തിനാ കൊടുക്കുന്നതെന്നുള്ളത് ബ്ലൈ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാത്തൊരു കാര്യമാണ്. ഡൗൺസ്ട്രീമില് ഷീറ്റ് പൈൽ കൊടുക്കുന്നതിന്റെ കാരണം ബ്ലൈ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദ 6 limitations of Bly's theory. These are the 6 limitations of Bly's theory. Let me just list down once again. Bly made no distinction between horizontal and vertical creep. Horizontal distance between pile lines, Bly's method holds good as long as horizontal distance between pile lines is greater than twice their depth. Bly did not explain the idea of exit gradient. Bly makes no distinction between outer and inner faces of sheet piles or the intermediate sheet pile. Loss of head does not take place in the same proportion as creep length. The uplift pressure distribution is not linear. Bly does not specify the absolute necessity of providing a sheet pile at downstream end.